Welcome back to Shahnaz's Music World with another episode of one of my favorite songs of yesteryears, Nostalgic. मैं शायर तो नहीं मैं शायर तो नहीं मगर हंसी जब सबसे से देखा देखा मैं मैंने तुझको मुझको शायरी आ गई मैं शायर तो नहीं അപ്പോൾ അറിയാലോ ഏതാ മൂവി ബോബി. ഞാനൊരു 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴുള്ളൊരു മൂവിയാണ്. ഐക്കോണിക് മൂവിയാണ് ബോബി അല്ലേ. പിന്നെ ബോബിയിൽ ഡിംപിൾ കപ്പാടിയ, ഋഷി കപൂർ ഫസ്റ്റ് മൂവിയാണ് അവരത്. പിന്നെ രാജ് കപൂർ മൂവിയാണ് പ്രൊഡ്യൂസ്ഡ്, ഡയറക്റ്റഡ് ഒക്കെ രാജ് കപൂറാണ്. ലക്ഷ്മികാന്ത് പ്യാരിലാലും ആനന്ദ് ബക്ഷീൻ്റെ ടീമാണ്. എല്ലാ സോങ്സും സൂപ്പർ ഡൂപ്പറാണ്. പിന്നെ ശൈലേന്ദ്രാണ് പാടിയത് ഈ സോങ്. പിന്നെ ന ജൂട്ട് പോലെ കൗവ കാട്ടെ ന മാങ്കു സോന ചാന്തി എല്ലാം തന്നെ എല്ലാം സൂപ്പർ ഹിറ്റ്സാണ് ഇതിൻ്റെ സോങ്സ്. ഹം തും മെ കമ്രേ മെ ബന്ദ് ഹോ അതൊന്നും ആർക്കും മറക്കാൻ പറ്റില്ല. ഇത് പിന്നെ ബോബി എന്ന് പറഞ്ഞ സിനിമ നമുക്ക് പണ്ട് ട്രെയിലേഴ്സ്, യൂട്യൂബ് ട്രെയിലേഴ്സ് അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ. നമ്മൾ മാഗസീനിൽ കാണുക, പിന്നെ റേഡിയോയിലുണ്ടാവും അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്. എന്താ അഡ്വർടൈസ്മെൻ്റ് അറിയാം, ഞാനതിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഓടി വരും കേൾക്കാൻ. ഐ ആം ബോബി മുച്ച ദോസ്തി കരോഗേ ആയിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് വരും. പിന്നെ ഡിബ്ബ, അങ്ങനെ അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഡിംപിൾ കപ്പാടിയൻ്റെ ഡയലോഗ്സാണത്. അപ്പോൾ ഇത് ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ രണ്ട് സെയിം ഫോർമുലയാണ്. റിച്ച് ആൻഡ് പുവർ ലവ് സ്റ്റോറിയാണ്. ഭയങ്കര റിച്ച്, രണ്ട് ഫാദേഴ്സും ഐക്കോണിക് ഫിഗേഴ്സാണ്. ഒന്ന് പ്രാൺ, ഒന്ന് പ്രേംനാഥ്. മിസ്റ്റർ ബ്രിഗാൻസാണ് പ്രേംനാഥ്. പ്രാണാണ് ഭയങ്കര റിച്ച് ഫാമിലിയിലെ മോനാണ്, ചെറിയ മോനാണ് ഋഷി കപൂർ. ചിൻറ്റു ബാബ എന്ന് പറയും. പിന്നെ ഫിഷ്, ഈ ഗോവ ബോംബെയിൽ ഫിഷിൻ്റെ മീൻ പിടിക്കുന്ന അവരെ ക്രിസ്ത്യൻസ് അവരാണ് ബോബി അവരെ. അപ്പോൾ ബോബീൻ്റെ ഗ്രാൻഡ് മദർ മിസ്സിസ് ബ്രിഗാൻസ് ആയിരുന്നു ചിൻറ്റു ബാബൻ്റെ ഗവർണസ് ആയ. ഭയങ്കര ഇഷ്ടമായിരുന്നു, ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. ഈ ഋഷി കപൂറിൻ്റെ പേരൻസ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റി പേരൻസ് ആയിരുന്നു. എപ്പോഴും പാർട്ടീസ് അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടി നടക്കുമ്പോൾ ഋഷി കപൂർ കുഞ്ഞായിരിക്കുമ്പോൾ ഏതോ ഒരു ആൻറ്റി വന്നിട്ട് സോ ക്യൂട്ട് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കവിളി പിടിച്ചിങ്ങനെ കുലുക്കി കവിളി പിടിച്ച് പിൻ ചെയ്ത് എന്നിട്ട് ഗിവ് മി എ പപ്പി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ പറഞ്ഞു. അവൻ നല്ലൊരു കടി വെച്ച് കൊടുത്ത്. അങ്ങനെ ആ കടി വെച്ചതിന് അവന് ശിക്ഷയായിട്ട് അവനെ പറഞ്ഞയച്ചു ബോർഡിംഗ് സ്കൂളിൽ. പണ്ടത്തെ ഹിന്ദി മൂവീസിൽ ബോർഡിംഗ് സ്കൂൾ ജയിൽ പോലെയാണ്. പറഞ്ഞയച്ചാൽ പിന്നെ എല്ലാം കഴിഞ്ഞ് ഗ്രാജുവേറ്റ്സ് എന്താ അറിയില്ല, കഥയിൽ ചോദ്യമില്ലല്ലോ. ഗ്രാജുവേറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരിക. അങ്ങനെ ഋഷി കപൂർ തിരിച്ചു വരും വലിയ ഹാൻഡ്സമായിട്ടൊരു എല്ലാം പഠിച്ചൊക്കെ വന്നപ്പോൾ പിന്നെ ഒരു പാർട്ടി വെക്കും. അപ്പോൾ അത് വലിയൊരു ഫേമസ് പാർട്ടിയാണിത്. അവൻ്റെ റിട്ടേൺ ബാക്കിന് അവനെ വെൽക്കം ചെയ്തിട്ട്. അപ്പം മിസ്സിസ് ബ്രിഗാൻസക്ക് സുഖമില്ലാണ്ടായി. മിസ്സിസ് ബ്രിഗാൻസൻ്റെ കേക്ക്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു ഋഷി കപൂർ ചെറുതായിരിക്കും. അപ്പോൾ അവർ കൊച്ചുമോളടുത്താണ് ഒരു കേക്ക് കൊടുത്തയക്കുന്നത് ഗിഫ്റ്റായിട്ട്. അപ്പോൾ ആ പാർട്ടിയിൽ ആണ് അരുണ റാണിക്ക് നല്ല റോളുണ്ട് ഇതിൽ. ആ പാർട്ടിയിൽ ആണ് അരുണ റാണി ഡാൻസ് കളിക്കുന്നത്. അന്നേരമാണ് ഈ പെൺകുട്ടി ബോബി ആരാന്നൊന്നും അറിയില്ല, ബോബി കേക്ക് ഗിഫ്റ്റായിട്ട് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഒരു നോട്ടാണ് ഋഷി കപൂർ കണ്ടിട്ടുള്ളൂ, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ഇവളാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ സ്റ്റണ്ണിങ് ബ്യൂട്ടിയാണ് ശരിക്കും ഡിംപിൾ കപ്പാടിയ. ഐസ് ഇന്നോസെൻറ്റ്. അപ്പോൾ അവൾ ഇത്ര വലിയ പാർട്ടി ആദ്യമായിട്ടാണ് കാണുന്നത്. അവൾ ഇത് ഗിഫ്റ്റ് വന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ആ വന്ന ഒരു നോട്ടാണ് ഋഷി കപൂർ കണ്ടത്. എന്നിട്ട് അവൾ വേഗം ഓടിപ്പോയിക്കള് അവിടെ വെച്ചിട്ട് ഗിഫ്റ്റ്. അവൾക്ക് വേണ്ടിയിട്ടാണ് മേ ഷായർ തോ നഹീ മഗർ എ ഹസി ജബ് സെ ദേഖാ मैंने തുജ്കോ മുജ്കോ ഷായരി ആ ഗയി എന്ന് പാടുന്നത്. അരുണ റാണി വേറെ ഒരു റിച്ച് ബിസിനസ്മാൻ്റെ മോളാണ്. അവൾ വിചാരിക്കുന്ന അവൾക്ക് വേണ്ടിയിട്ടാണ് ഇത് പാടുന്നത്. അവളാണ് ഡാൻസ് കളിക്കുന്നത്. അവളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ അവൻ്റെ പേരൻസിന് ഒരു ഐഡിയ ഉണ്ട്. അങ്ങനെ ഗിഫ്റ്റ്സൊക്കെ തുറക്കും. രാത്രിയാകുമ്പോൾ ഗിഫ്റ്റ്സ് തുറക്കുമ്പോൾ അവന് ഏറ്റവും ഫേവറേറ്റ് ഗിഫ്റ്റാണ് അവൻ്റെ മിസ്സിസ് ബ്രിഗാൻസിൻ്റെ
കേക്ക് ഗിഫ്റ്റ് തുറക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ ബോബീൻ്റെ അടുത്താണ് എൻ്റെ ബോബീൻ്റെ അടുത്താണ് ഞാൻ ഗിഫ്റ്റ് കൊടുത്തയച്ചത്. അപ്പോൾ ഋഷി കപൂർ വിചാരിക്കുന്ന ബോബി ബോയ് ആണ്. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ പോകുന്നുണ്ട് മിസ്സസ് ബ്രിഗാൻസനെ കാണാൻ. ആ സീനാണ് ഇതിലത്തെ ഐക്കോണിക് സീൻ. ഡിംപിൾ കപ്പാടി എന്തോ പക്കോട ഉണ്ടാക്കുകയാണ്, ബേസൻ ഇങ്ങനെ കഴിക്കുകയാണ്, മുടിയൊക്കെ മേലോട്ട് കെട്ടിയിട്ട് ഒരു സ്ലിപ്പ് മാത്രം, ഒരു ഷെമീസ് പോലത്തെ ഒരു സ്ലിപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം ഋഷി കപൂർ വന്ന് ബെല്ലടിച്ചിട്ട് ഉറക്കെ പറയാ, മിസ്സസ് ബ്രിഗാൻസ വേർ ഈസ് യുവർ സൺ ബോബി, ഐ വോണ്ട് ടു ബിക്കം ഫ്രണ്ട്സ് വിത്ത് ഹിം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബോബി ഈ ബേസൻ കുഴയ്ക്കുന്ന കൈ കൊണ്ട് അവളെ മുടിക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ ഒക്കെ ബേസൻ ആവുന്നുണ്ട്. എന്നിട്ട് വാതിൽ തുറക്കുന്നത്, ആ ബോബി മുച്ച ദോസ്തി കരോഗേ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ആ മൂവീൻ്റെ ഏറ്റവും രസമുള്ള പാർട്ട്. പിന്നെ സാധാരണ മൂവീസ് പോലെ തന്നെയാണ് മസാല. പിന്നെ എനിക്ക് ഭയങ്കര ഫാനായിരുന്നു ബോബീൻ്റെ. ബോബി രണ്ട് സൈഡിൽ മുടി കെട്ടുമായിരുന്നു കൊണ്ടായിട്ട്. അപ്പോൾ എനിക്കന്ന് നല്ല തിക്ക് ഹെയറാണ്, ചെറിയ കുട്ടിയാണ് പക്ഷേ. അപ്പോൾ ഞാൻ രണ്ട് സൈഡിൽ മുടി അതുപോലെ കെട്ടുമായിരുന്നു. പിന്നെ ഒരു ഫ്രോക്ക് ഉണ്ടായിരുന്നു, അത്ര വലിയ ഷോർട്ടല്ല ബോബി ഇടുന്നത്ര, എന്നാൽ ആ ഫ്രോക്ക് ഞാൻ എപ്പോഴും ഇടും. മുടി എങ്ങനെയും കെട്ടിയിട്ട് അത് വാഷ് ചെയ്ത് പിന്നെ ഇടും, ഉണങ്ങുന്ന കാത്തു നിന്നിട്ട് പിന്നെ ഇടും. അത്രയ്ക്ക് ക്രേസ് ആയിരുന്നു ആ മൂവിയും ആ സോങ്സും. അപ്പോൾ എൻജോയ്. Okay, I hope you enjoyed my story. Bye, take care.